ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ പെന്നി വേർട്ട് പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്, അതുപോലെ തന്നെ ഇത് തിക്കായിട്ട് വളരാനുള്ള കുറച്ച് ടിപ്സും അടങ്ങുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ. നമുക്കറിയാം, വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ പെന്നി വേർട്ട് പ്ലാന്റ്. നമുക്കൊരു ചെറിയൊരു സ്റ്റെമ്മ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാം കേട്ടോ. ഇവർക്ക് പ്രത്യേകം വേണ്ടത് വെള്ളമാണ് ഇവർക്ക് ആവശ്യമുള്ള ഒരു ഒരു കണ്ടൻറ്റ്. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പെന്നി വേർട്ട് പ്ലാന്റ് നന്നായിട്ട് വളരുള്ളൂ. ഈ ഒരു പ്ലാന്റിനെ നമുക്ക് മണ്ണിൽ നട്ടുപിടിപ്പിക്കുക, അതുപോലെ തന്നെ വെറും വെള്ളത്തിൽ നട്ടുപിടിപ്പിക്കുക, നമുക്ക് പോട്ടി മിക്സ് ഇട്ടിട്ടും വെള്ളത്തിൽ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ എനിക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് ഇതൊരു പോട്ടി മിക്സ് ഇട്ടിട്ട് നട്ടുപിടിപ്പിക്കുന്നതാണ്. പക്ഷേ വെള്ളത്തിൽ നന്നായിട്ട് വളരും കേട്ടോ. വെറും വെള്ളത്തിൽ ഇത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് കുട പ്ലാന്റ് എന്നും പേരുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സ്റ്റെമ്മ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രത്തോളം നീണ്ടു പോയിട്ടാണ് കണ്ടില്ലേ, ഒരു കുട പോലെ ഉള്ളതാണ് ലീഫ്. അതുകൊണ്ടായിരിക്കും ഇതിന് കുട പ്ലാന്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഞാൻ ഡബ്ബയിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, പിന്നെ വളരെ തിക്കായിട്ട് വളർത്തിയെടുക്കാനുള്ള ടിപ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പോട്ടിൽ തിക്കായിട്ട് വളർന്നിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കട്ടിങ്സൊക്കെ അവൾക്കും കൊടുത്തു. കാരണം ഏതെങ്കിലും കാലത്ത് എൻ്റെ അടുത്ത് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവളെ കയ്യിലുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് വാങ്ങാൻ പറ്റും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് കട്ടിങ്സ് ഒക്കെ എടുത്തു. ഇപ്പോൾ ഞാൻ നടാൻ വേണ്ടിയിട്ടും കുറച്ച് കട്ടിങ്സ് എടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊരു ഗ്രോത്ത് നിങ്ങൾക്ക് കുറഞ്ഞതുപോലെ തോന്നും. പക്ഷേ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇനിയിപ്പോൾ ഒരു മാസം ആവണ്ട, ഇത് ഈ ഡബ്ബ ഫുള്ളായിട്ട് ഇതിലിങ്ങനെ നിറയുന്ന കാണാം. അതിന് ശേഷം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യണമെങ്കിൽ, അതായത് മാറ്റി നടണമെങ്കിൽ നമ്മൾ ഒരു ഡ്രൈനേജ് ഇല്ലാത്തൊരു പോട്ടാണ് ഇതിന് വേണ്ടി കേട്ടോ. ഇത് ഞാൻ എൻ്റെ NPK ഒക്കെ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്ന ഒരു പോട്ടാണ്. പക്ഷേ ഇതിലേക്കാണ് ഞാനത് ഈ പെന്നി വേർട്ട് പ്ലാന്റിനെ മാറ്റി നടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡ്രൈനേജ് ഇല്ലാത്ത ഒരു പോട്ടാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ചെടിക്ക് നല്ല ഡ്രൈനേജ് ഉണ്ടോ നോക്കണോ, നന്നായിട്ട് ഡ്രൈനേജ് വേണോ, ഡ്രൈനേജിൻ്റെ ഓൾസ് അടിക്കാൻ വേണ്ടി കല്ല് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, ഒട്ടും കഷ്ണം വെക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇല്ലാത്ത ഡ്രൈനേജ് ഉണ്ടാക്കാനൊന്നും പോവേണ്ട. ഇതിന് ഡ്രൈനേജ് ഇല്ലാത്ത ഈ പോട്ടാണ് വേണ്ടിയത്. പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് നമ്മുടെ ഗാർഡൻസ് സോയിലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയാണ് നമുക്ക് വേണ്ടിയത്. അങ്ങനെ അതും കുറച്ച് വെള്ളം, ഈ 3 കാര്യങ്ങൾ മാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിനെ നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതൊന്ന് നടുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എൻ്റെ ഗാർഡൻസ് സോയിൽ എടുത്ത് വെച്ചതാണ്. എൻ്റെ പറമ്പിലെ മണ്ണാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് ചാണകപ്പൊടിയാണ്. ഇത് ഞാൻ ഞങ്ങളെ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചാണകപ്പൊടിയാണ്. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചാണകപ്പൊടിയാണ്. അപ്പോൾ രണ്ടും ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നടുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചാണകപ്പൊടി കേട്ടോ. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചാണകപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുക. അപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മണലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മണലിട്ട് കൊടുത്ത് നമുക്ക് ലെയറായിട്ട് ഈ ഒരു പോട്ടി മിക്സ്, അതായത് മണ്ണും ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള ചാണകപ്പൊടിയാണ്. അപ്പോൾ അത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നത് മണ്ണാണ് കേട്ടോ. മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഇതാണിത്. അപ്പം ഇത്രത്തോളം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചട്ടിയിൽ പോട്ടി മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ ഒരു ചട്ടി ഫുള്ളാക്കാത്ത എന്താണ്, ഫുള്ളായിട്ട് നമുക്ക് വേണ്ട. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം, വെള്ളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.
അപ്പോൾ ഇത് നടുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൽ നിന്നൊരു ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഓരോ നോഡിലും ഇതിന് വേരുണ്ട്, കണ്ടില്ലതാ, എല്ലാ സ്ഥലത്തും വേരുണ്ട്. അപ്പോൾ ഈ ഓരോ വേരുള്ള സ്ഥലം വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. ചെറിയൊരു ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ ദാ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് വിചാരിക്കുന്നത്. ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്, ഓരോ വേര് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഞാൻ കട്ട് ചെയ്ത്, അപ്പോൾ കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. കട്ട് ചെയ്യുമ്പോൾ കണ്ടോ, പെട്ടെന്ന് വേര് ഇതാണ് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം, ഈ ഒരു കുടപ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. എല്ലാ സ്ഥലത്തും കണ്ടില്ലേ, ഓൾറെഡി ഇതിൽ വേരുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് കൂട്ടിയെടുക്കാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് ഇങ്ങനെ നമുക്ക് എടുത്തിട്ട്, ഒരു കയ്യിൽ ഫോണാണ് കേട്ടോ, ഒരു കയ്യിലാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് ഞാൻ വീണ്ടും പറയാണ്, കാണുന്നവർക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഞാൻ എടുത്തിട്ടതാ, എല്ലാ വേരുകളും താഴോട്ടാക്കിയിട്ടതാ ഈ പ്ലാന്റ് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് ഇതിൽ നമുക്കൊന്ന് അധികം ആഴത്തിലേക്കൊന്നും പോവാത്ത രീതിയിലാണ് കേട്ടോ അത് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ വേരും ഇതിൽ മുട്ടുന്നുണ്ട് കേട്ടോ, മണ്ണിൽ മുട്ടുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് വേരൊന്ന് ഇതാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ചും കൂടി ഒരു മണ്ണ് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ഇനി ചെയ്യേണ്ടത് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പതുക്കെ ഒഴിച്ച് കൊടുക്കണേ. ഉണ്ടില്ലേ, വെള്ളം താഴോട്ട് നന്നായിട്ട് വലിഞ്ഞ് പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പെന്നി വേർട്ട് പ്ലാന്റ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ പിന്നെ നമ്മുടെ NPK 19 എന്നുള്ള NPK ആണ് ഞാൻ ഇതിലിട്ട് കൊടുക്കാറുള്ളത്. അത് നമുക്ക് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട്, കൂടുതലൊന്നും വേണ്ട കേട്ടോ, കുറഞ്ഞ അളവിൽ. അപ്പോൾ ഇതിപ്പോൾ നട്ടപാടൊന്നും നമ്മൾ ചെയ്യേണ്ട. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം NPK വളം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആ ഡയലൂട്ട് ചെയ്ത കുറച്ച് വെള്ളം ഇതിലൊഴിച്ച് കൊടുക്കുക. ഇതിലെന്തായാലും വെള്ളം മസ്റ്റാണ് കേട്ടോ. ഇതിൽ നമ്മൾ എപ്പോഴും വന്ന് നോക്കണം ഇതിൽ വെള്ളം ഉണ്ടോയെന്ന്. വെള്ളത്തിലാണ് ഇത് വളരുന്നത്. ഇതിനൊരു പിന്നെന്താ പറയുക, ഈർപ്പം ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഒരു ചതുപ്പ് സ്ഥലത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വളരുന്നത്. നമുക്ക് ചെറിയൊരു കുളം പോലെയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് നന്നായിട്ട് തിക്കായിട്ട് വളരുന്നൊരു പ്ലാന്റാണ് കേട്ടോ, യാതൊരു സംശയവും വേണ്ട. ഈ ഒരു പോട്ടിൽ ഞാനൊരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് ഫുള്ളായിട്ട് ഇതിൽ ലീഫൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന രീതിയിൽ ഇതുണ്ടായിട്ടുണ്ടാകും. അതിന് യാതൊരു സംശയമില്ല. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഈ പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു പോട്ടിലാക്കിയിട്ട്, നമുക്കറിയാം ഇതൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇൻഡോറിൽ നന്നായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് എനിക്ക് ഇൻഡോറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോട്ടിലേക്ക് ഞാനിങ്ങനെ സെലക്ട് ചെയ്തത്. ഇതാകുമ്പോൾ നമുക്ക് ഇൻഡോറിൽ കൊണ്ടുപോയി വെക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ചെടി ഉണ്ടെങ്കിൽ വെള്ളം തട്ടിയിട്ട് അതിൻ്റെ തണ്ട് ചീഞ്ഞു പോകുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലാന്റിന് നമുക്ക് ആ ഒരു സംഭവമില്ല. പോട്ടിന് ഡ്രൈനേജ് ഉണ്ടാക്കണ്ട, അതുപോലെ തന്നെ നമുക്ക് അത് ചീഞ്ഞു പോകുന്നൊന്നും വിചാരിക്കല്ല. വെള്ളത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണ്. മണ്ണിൽ നട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നത് ഇതുപോലെ പോട്ടി മിക്സ് ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ വളർത്താം. ഇനി അടുത്ത് ഞാൻ വെറും വെള്ളത്തിൽ വളർത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ് നല്ല രീതിയിൽ വളർത്താൻ. NPK മറന്നു പോകരുതും. ഇത് പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് NPK ചെറിയൊരു സ്പൂണിലെടുത്തിട്ട് അത് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിന് പകരം NPK ഡയലൂട്ട് ചെയ്ത് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പെന്നി വേർട്ട് പ്ലാന്റിൻ്റെ ഈ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ വരുന്നവരെ എല്ലാവർക്കും ബൈ.